ഹായ് ഹലോ, ഞാൻ നിംസ്. നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. ഇന്നത്തെ റീഡിങ് നിങ്ങളിലേക്ക് വരുന്ന ഭാഗ്യം എന്താണ്? നിങ്ങളുടെ എനർജി ഇനി എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജീസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നമുക്ക് നോക്കാം. It wants Hierophant, Justice, റിവേഴ്സ് ആണ്. 4 റിവേഴ്സ് ആണ്. Queen of Pentacles, Page of Pentacles, Ace of Pentacles റിവേഴ്സ് ആണ്. 2 കാർഡ് ഉണ്ട്. മൂൺ റിവേഴ്സ് ആണ്. നൈറ്റ് ഓഫ് പെൻഡക്കിൾ സ്ട്രെയിറ്റ് ആയിട്ടാണ്. 3 of Wands, King of Swords, വേൾഡ്. ഒരു കാർഡ് കൂടി എടുക്കാം. നൈറ്റ് ഓഫ് കപ്സ്. ഈ ഒരു കാര്യം ഞാൻ മാറ്റി വെക്കുകയാണ്. ആ കാർഡ് നമുക്ക് ലാസ്റ്റ് വായിക്കാം. താഴെ ഒന്നും വീണിട്ടില്ല, പക്ഷെ ഇത് മാറ്റി വെക്കുകയാണ്. നിങ്ങളുടെ എനർജി നോക്കുന്നത് അതിനിടയിൽ നിങ്ങൾക്ക് വന്നിട്ടില്ല ഒരു തിരിച്ചുവരവിനെയാണ് കാണിക്കുന്നത്, ഒരു വ്യക്തിയുടെ തിരിച്ചുവരവ്. അത് ലാസ്റ്റ് നോക്കാം. വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത്. ഇവിടെ വേൾഡ് എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീഷനെ കാണിക്കുകയാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ്, ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് വരുന്നു. നിങ്ങൾക്കൊരു അനുഗ്രഹത്തെയാണ് കാണിക്കുന്നത്. വിചാരിച്ച കാര്യം നേടിയെടുക്കുന്ന നിങ്ങളുടെ എനർജി ഇവിടെ കാണിക്കുകയാണ്. ഇവിടെ നിങ്ങൾ സന്തോഷിക്കാൻ സമയമായി, നിങ്ങളിലേക്ക് ഒരു അനുഗ്രഹം വരുന്നു എന്നാണ് പറയുന്നത്. അബഡൻസ് വരുന്നു, സക്സസ് വരുന്നു. നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തിയിൽ സക്സസ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു യാത്രയും കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു കാര്യത്തിലേക്കുള്ള സക്സസിനെയാണ് വേൾഡ് കാർഡ് പറയുന്നത്. നമ്മളെടുത്ത കാർഡ്സിൽ ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ള കാർഡാണ് വേൾഡ്. അത് നിങ്ങളിലേക്ക് വരുന്ന പ്രോഗ്രസിനെ, അതിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നാണ്. അപ്പൊ ഓരോരോ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. എന്താണ് അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയാം. ചിന്തിക്കുവാനാണ് കിങ് ഓഫ് സോർട്സ് പറയുന്നത്. നിങ്ങളിലെ ഇന്റലിജൻസിനെ കാണിക്കുന്നു, ക്ലിയർ തിങ്കിങ്ങിനെ കാണിക്കുന്നു. സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റർ ആണ് നിങ്ങൾ എന്ന് യൂണിവേഴ്സ് പറയുന്നു. അതിലൂടെ നിങ്ങൾക്ക് വരുന്ന നേട്ടത്തെയാണ് സ്വാർട്സ് കാർഡ് പറയുന്നത്. ഇവിടെ സത്യത്തിലും നീതിയിലും നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്ന് പറയുന്നു. നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് നിങ്ങളിലേക്ക് പ്രോഗ്രസ് കൊണ്ടുവരുന്നത്, അബണ്ടൻസ് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ഡിസിഷൻ ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ സുരക്ഷിതമാക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ലാസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് വേൾഡാണ്. അതിലേക്ക്, ആ ഒരു സക്സസിലേക്ക്, കംപ്ലീഷനിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചുകൊണ്ട് ചെയ്യുവാൻ പറയാണ്. ഇവിടെ നിങ്ങൾ എടുക്കുന്ന ആക്ഷനെയാണ് കാണിക്കുന്നത്. 3 of Wands. നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ തീച്ചൂളയിൽ നിൽക്കുക എന്ന് പറയില്ലേ, ആ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ദൂരേക്ക് നോക്കിയിരിക്കുകയാണ്. ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ആ ഒരു എനർജിയിലേക്കാകാം നിങ്ങൾ നോക്കിയിരിക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ തിരിച്ചുവരവിലേക്കാവാം നോക്കിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയർ ആണ്, നിങ്ങളുടെ ജീവിതമാണ് എന്ന് പറയുന്നു. ഇവിടെ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഫൈനലി അണ്ടർസ്റ്റാൻഡിങ് യുവർ ആംബിഷൻ എന്നുള്ളൊരു എനർജിയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം റൈറ്റ് ഡയറക്ഷൻ ആണെന്ന് പറയുന്നു. നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തിയിൽ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ യൂണിവേഴ്സ് പറയാണ്. ഇപ്പോൾ വേദനിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും പൂർണ്ണമായിട്ട് നിങ്ങൾ റിക്കവർ ചെയ്യണം, അല്ലെ? അതിന് നിങ്ങൾ എടുക്കേണ്ട ആക്ഷനെ, നിങ്ങൾ നേടിയെടുക്കേണ്ട കാര്യത്തെ, ഇൻഫോർമേഷൻസ് സ്വീകരിക്കുന്ന നിങ്ങളുടെ എനർജി വെയിറ്റിംഗ് എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യം അവിടെ നിൽക്കട്ടെ. താൽക്കാലികമായിട്ട് ആ ഒരു വ്യക്തിയുടെ തിരിച്ചുവരവ് അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു. അപ്പോഴാണ് ആ ഒരു കംപ്ലീഷനിലേക്ക്, വേൾഡിലേക്ക് എത്തുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾ ആണ്, കരിയർ ആണ്, ഫിനാൻഷ്യൽ അബഡൻസ് ആണ്. നിങ്ങളുടെ ഹാർഡ് വർക്കിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. ഡിറ്റർമിനേഷനോട് കൂടി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ കാണിച്ചു തരുന്നു. ഇവിടെ നിങ്ങളിലേക്കുള്ള മെറ്റീരിയൽ സേഫ്റ്റി അബഡൻസ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടം നിങ്ങളിലേക്ക്, ഒരു കാര്യത്തിൽ നിങ്ങൾ
ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കരിയർ. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അബണ്ടൻസ് നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. പ്രോഗ്രസിനെയാണ് കാണിക്കുന്നത്. ഫിനാൻഷ്യൽ പരമായിട്ട് നിങ്ങൾക്ക് വരുന്ന പ്രോഗ്രസിനെ കാണുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിലാണ് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കരിയറിന് ഫോക്കസ് ചെയ്യാൻ യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് വരുന്ന മെറ്റീരിയൽ അബണ്ടൻസിനെ, പ്രോസ്പെരിറ്റിയെ കാണുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്നൊരു കാര്യമാണ്. ഇവിടെ മൂൺ റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ ഭയമാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതെന്ന് പറയാണ്. ഭയക്കാതെ മുന്നോട്ട് ഫോക്കസ് ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു. ഒരു ഇല്യൂഷനിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം നിങ്ങൾ ഇന്ന് മാറിപ്പോയിട്ടുള്ള ഒരു വ്യക്തി, അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു, അവരുടെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നു. അവർ തിരിച്ചു വരും. ആ ഒരു കാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ കാർഡ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ഭയമുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഭയം, അതാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ എനർജിയെ ഡൗൺ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ഇവിടെ ഒരു ഇല്യൂഷനിൽ നിങ്ങൾ പെട്ടു. അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരണം. യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. മെന്റൽ കൺഫ്യൂഷൻ ഉണ്ട്, കൺഫ്യൂഷൻ മാറ്റി വെക്കുക. ഫിയർ ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്. ഈ കാര്യങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തിയിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് പെന്റക്കിൾസ്, അബണ്ടൻസ് വരുമെന്നാണ്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുന്നു. ഏസ് ഓഫ് പെന്റക്കിൾ റിവേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ വേണം. ജീവിതപരമായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സുരക്ഷിതമാക്കണമെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറ വേണമെന്ന് യൂണിവേഴ്സ് പറയാണ്. അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കാണുന്നത്. അവിടെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരു ബേസ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. റിസ്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. കുറച്ച് നാളുകളായിട്ട് നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ ലോസ് വന്നിട്ടുണ്ട്. മിസ്ഡ് ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാണ്. ഇവിടെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാണ്? നിങ്ങളുടെ കരിയറിനാണ്, നിങ്ങളുടെ ജീവിതം പ്രോഗ്രസ്സിൽ എത്തിക്കാനാണെന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് അവസരങ്ങൾ നിങ്ങളായിട്ട് തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനായിട്ട് അതിലേക്ക് കൂടുതൽ പരിശ്രമം കൊണ്ടുവരിക എന്നാണ്. തടസ്സങ്ങൾ ഉണ്ട്, തടസ്സങ്ങൾ നീക്കണം. എങ്കിൽ നിങ്ങളിലേക്ക് എന്താണ് യൂണിവേഴ്സ് പറയുന്നത്? പേജ് ഓഫ് പെന്റക്കിൾ എനർജിയാണ്. അത്രയേറെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടം നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറയുന്നു. പേജ് ഓഫ് പെന്റക്കിൾ എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റിംഗ് ന്യൂ തിങ്സ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് അവസരം തന്നെയാണ്, ബിഗിനിങ്ങിനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ ന്യൂ കരിയർ പാത്ത് കാണിക്കുന്നുണ്ട്. ഒത്തിരി പേർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും ഒരു മാറ്റത്തെ കാണിക്കുന്നു. ഇവിടെ ഒരു എർത്ത് മാജിക് തന്നെയാണ് പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഏഞ്ചൽസ് ഉണ്ട്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് റിയാലിറ്റി ആയിട്ട് മാറുമെന്നാണ്. എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. 21 ടൈംസ് എന്താണ് നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടത്, ആ കാര്യം ശ്രദ്ധിക്കാൻ യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ സെൽഫ് മെയ്ഡ് പേഴ്സണെയാണ് ക്യൂർ ഓഫ് പെന്റക്കിൾ കാണിക്കുന്നത്. നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടോ, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് സക്സസ് എന്നാണ്. ഒരു ഹീലറായ നിങ്ങളെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. സെൽഫ് മെയ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനെയാണ് കാണിക്കുന്നത്. ആ ഒരു എഫേർട്ട് യൂണിവേഴ്സ് കാണാതെ പോകില്ല എന്ന് പറയുന്നു. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന വെൽത്തിനോടൊപ്പം തന്നെ വ്യക്തിയുടെ തിരിച്ചുവരവും കാണിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ മെറ്റീരിയൽ അബണ്ടൻസിന് വേണ്ടിയിട്ടാണ് എന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ നിങ്ങളെ കുറ്റപ്പെടുത്തിയിരുന്ന, നിങ്ങളുടെ പ്രവൃത്തിയിൽ അത്ര കണ്ട് ഹെൽപ്പ് ചെയ്യാത്ത ഫാമിലി മെമ്പേഴ്സ് നിങ്ങളുടെ ഈ ഒരു എഫേർട്ട് കണ്ടുകൊണ്ട്, നിങ്ങളുടെ പ്രോഗ്രസ് കണ്ടുകൊണ്ട് ഇന്ന് നിങ്ങളെ സഹായിക്കുന്നതായിട്ടും ഇന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. പ്രപഞ്ചമായിട്ട് തന്നെ നിങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ ശുദ്ധ മനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. നിങ്ങൾ യൂണിവേഴ്സിലാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് പ്രപഞ്ചം സാക്ഷിയാണ്. അതിനുള്ള ഫലവും നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നുണ്ട്. പൂർണ്ണമായിട്ടും നിങ്ങൾ വിശ്വസിക്കുക. ഫുൾ റിവേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് താൽക്കാലികമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു? അവിടെ നിന്ന് നിങ്ങൾക്ക് വന്നിട്ടുള്ള ചേഞ്ച് എന്താണ്? എന്തുകൊണ്ടാണ് യൂണിവേഴ്സ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള മറുപടി എന്ന് പറയുന്നത്, നിനക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നാണ്. നമ്മൾ ഇത്രയും കാർഡ് വായിച്ചതെന്ന് മനസ്സിലായത്. നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ ലോസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ട മറ്റു കാര്യങ്ങളുണ്ട്, പ്രയോറിറ്റി കൊടുക്കേണ്ട മറ്റു കാര്യങ്ങളുണ്ട്. അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ അബണ്ടൻസ് വരുന്നു, പ്രോഗ്രസ് വരുന്നു. ഫിനാൻഷ്യൽ അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ നിങ്ങളുടെ എനർജിയാണ് അവിടെ ഉയർന്നു വരുന്നത്. മറ്റുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ എനർജി, ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിച്ചിരുന്നത്, ഞാൻ ഫൂൾ ആണോ, ഞാൻ വിഡ്ഢിയായി മാറിയോ? ആ ചിന്തയിൽ നിന്നും ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ്. നിങ്ങൾ വിഡ്ഢിയല്ല,
നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി യൂണിവേഴ്സ് കാണുന്നുണ്ട്. അതിൽ പ്രോഗ്രസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് തന്നെയാണുള്ളത്. ആ ഒരു സപ്പോർട്ട് തന്നെയാണ് ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങളിലേക്ക് എത്തുന്നതും ഫൈനൽ കാർഡായിട്ട് കംപ്ലീഷനെ വേൾഡ് കാർഡിന് കിട്ടിയിട്ടുള്ളതും നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയുടെ കാണിക്കുന്നതും. ജസ്റ്റിസ് റിവേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളിലേക്ക് ഒരു കർമ്മ എൻഡാകേണ്ടതിന്റെ ആവശ്യകതയുണ്ടായിരുന്നു. ഈ ഇൻജസ്റ്റിസ് ആയിരുന്നു നിങ്ങൾക്ക് ഇത്രയും നാൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിങ്ങളുടെ ഒരു ഇംബാലൻസ് ആണ് ഉണ്ടായിരുന്നത് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ഏറ്റെടുത്തായിട്ട് കാണിക്കുന്നു. പാസ്റ്റില് നിങ്ങൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ന് വരേക്കും നിങ്ങൾ എടുത്തിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ യൂണിവേഴ്സ് കാണിക്കുകയാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നും നിങ്ങൾക്ക് മാറുവാനും സാധിച്ചിട്ടുണ്ടായില്ല. അതാണ് ഇവിടെ നിങ്ങളിലേക്ക് ഒരു ബാഡ് കർമ്മയായിട്ട് കാണിക്കുന്നത്. നിങ്ങളത് ചെയ്യണം. അത് നിങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് നേരിട്ടിട്ടുണ്ട്. പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ നിന്നും ഒരു മാറ്റം യൂണിവേഴ്സ് ഇനി നിങ്ങൾക്ക് തരുകയാണ്. നിങ്ങൾ വിചാരിക്കും എനിക്ക് നീതി ലഭിച്ചിട്ടില്ലല്ലോ, യൂണിവേഴ്സിന്റെ പ്രയേഴ്സ് കേൾക്കുന്നില്ലല്ലോ. അങ്ങനെയല്ല. യൂണിവേഴ്സ് ശരിയായ സമയത്ത് നിങ്ങളിലേക്ക് എബഡൻസ് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച നേട്ടം നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങളെ കുറച്ചും കൂടി ബോൾഡ് ആക്കാനും പ്രോഗ്രസിൽ എത്തിക്കാനുമാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളിലേക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ തരുന്നത്. അത് തരണം ചെയ്യണം. ജീവിതമാണ്, ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. അത് തരണം ചെയ്തുകൊണ്ട് അവിടെ സക്സസ് നേടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഒരു കാലത്ത് നിങ്ങൾക്ക് എന്തൊരു പ്രശ്നം വന്നാലും അത് നേരിടാനായിട്ടുള്ള യൂണിവേഴ്സിന്റെ പവർ കിട്ടിയിട്ടുണ്ടാവും. അത് തന്നെയാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഇപ്പൊ കാണിക്കുന്നത്. നിങ്ങളിലേക്ക് പ്രശ്നങ്ങൾ സോൾവ് ആവാണ്, നിങ്ങളിലേക്ക് അബണ്ടൻസ് വരികയാണ്, നിങ്ങൾ ആഗ്രഹിച്ച നേട്ടം. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഹീറോഫിന്റെ എനർജിയാണ്. ട്രഡീഷൻ ഫോളോ ചെയ്യാൻ യൂണിവേഴ്സ് പറയുകയാണ്. കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ സ്പിരിച്വൽ ആയിട്ട് ഒരു ലീഡറാണ് നിങ്ങൾ, ഗൈഡാണ് നിങ്ങൾ എന്ന് പറയുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങൾ നേടിയെടുക്കുന്ന ആ ഒരു എഡ്യൂക്കേഷൻ ആണ് നിങ്ങളിലേക്ക് പുതിയൊരു പാത തെളിയിക്കുന്നത് എന്ന് പറയാണ്. നിങ്ങൾ യൂണിവേഴ്സിലാണോ ട്രസ്റ്റ് ചെയ്യുന്നത്? ഇവിടെ നിങ്ങളിലേക്കുള്ള പുരോഗതിയെ യൂണിവേഴ്സ് കാണിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട്, ആ ഒരു എഫേർട്ടാണ് നിങ്ങളിലേക്ക് പ്രോഗ്രസ് കൊണ്ടുവരുന്നത്. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻസ്പിറേഷൻ അഗെയിൻ എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ ആഗ്രഹത്തെ നേടിയെടുക്കാൻ സമയമായി എന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും വാൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. വലുതും ചെറുതുമായിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ ഓരോ ദിവസവും നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുന്ന സ്പീഡായിട്ടുള്ള ആക്ഷനെ, മറ്റുള്ളവരുടെ സപ്പോർട്ടിനെ, യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സിനെ എല്ലാം ഇവിടെ ഏറ്റവും വാൺസ് കാണിക്കുന്നു. ഇവിടെ അപ്കമിങ് പോസിറ്റീവ് എന്നുള്ള എനർജി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കാം എന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾക്കൊരു യാത്രയും കൂടി കാണിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ, ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളിലേക്ക് വരുന്ന ഒരു യാത്രയെ കാണിക്കുന്നു. അത് നിങ്ങളുടെ സന്തോഷകരമായ ഒരു നിമിഷത്തെ കാണിക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹം നേടിയെടുത്തതായിട്ട് കാണിക്കുകയാണ്. ഒരു വ്യക്തിയെ കാണുവാനായിട്ടുള്ള അവസരവുമായിട്ടും ഇത് കാണാം. ഇനി ഞാൻ മാറ്റിവെച്ചിട്ടുള്ള കാർഡിലേക്ക് പോവുകയാണ്. ഇവിടെ മാറ്റിവെച്ചിട്ടുള്ള കാർഡ് നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഇമോഷനെ ഇവിടെ കാണിക്കുകയാണ്. അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ്. ഇവിടെ ക്ലാസിക് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് നിങ്ങളോട് അവർക്ക് തോന്നുന്നു. പാഷനേറ്റ് സോൾ ആണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇവിടെ സീക്കിംഗ് കണക്ഷൻ എന്ന് കാണിക്കുകയാണ്. അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. അവരാണ് നിങ്ങൾക്കായിട്ട് ഇന്ന് വെയിറ്റ് ചെയ്യുന്നത്. അവരുടെ ഹേർട്ട് നിറയെ ആ ഒരു ഇമോഷനെ കാണിക്കുകയാണ്. നിങ്ങളോട് ടച്ച് ചെയ്യുന്ന ആ ഒരു ഫീലിങ്സിനെ കാണിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയാണ്. മാറിയിരുന്നുകൊണ്ട് അവർ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട്. ഇന്ന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റീഡിംഗ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് വരുന്ന മാറ്റത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നു. ടൈം കാർഡ് കൂടി എടുക്കാം. ഡേറ്റ് ആണ് 6/15 or 24 ഓഫ് ദിസ് മന്ത് ഓർ നെക്സ്റ്റ്. ടേക്ക് യുവർ സ്പൗസ് ഓർ പാർട്ട്നേഴ്സ് ഹെൽപ്പ്. നിങ്ങളുടെ പാർട്ട്ണറാണ് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് ആ ഒരു വ്യക്തിയുടെ സഹായം ഇവിടെ കാണിക്കുന്നു. ഇൻ 19 days എന്ന് കിട്ടിയിട്ടുണ്ട്. 19 ദിവസം. വേറൊരു ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഓൺ ഡേറ്റ് 1/10/1928 ഓഫ് ദിസ് ഓർ നെക്സ്റ്റ് മന്ത് ടേക്ക് ഫാദേഴ്സ് ഹെൽപ്പ്. പിതാവിൽ നിന്നുള്ള ഹെൽപ്പിനെയാണ് കാണിക്കുന്നത്. ഡേറ്റുകൾ ഓർത്തെടുക്കാം. ഒരു കാർഡും കൂടി എടുക്കാം.
അപ് ടു 8 വീക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ പൂർണ്ണമായിട്ട് യൂണിവേഴ്സിൽ വിശ്വസിക്കുക. അതിൽ മാറ്റം വരരുത്. നിങ്ങൾക്ക് ആഗ്രഹിച്ച നേട്ടം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങളുടെ ചെറുതും വലുതുമായിട്ടുള്ള ആഗ്രഹങ്ങളിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ എത്തിക്കുന്നുണ്ട്. ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞുതരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.